ബിഗ് ബോസ് മലയാളം സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡിൽ, അതായത് ഇന്നത്തെ വിഷുദിന എപ്പിസോഡിൽ ലാലേട്ടൻ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടി തന്നെ ചില കാര്യങ്ങൾ ചോദിക്കാൻ ഇടയുണ്ടായി. അതായത് ഈ ഒരു വിഷുവിന്റെ ആഘോഷവേളയിലും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ഒരു ജാസ്മിൻ ഗബ്രി വിഷയം, ഈ ഒരു വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ ലാലേട്ടന് സാധിച്ചു. ഒരുപക്ഷെ പ്രേക്ഷകർ ഒരുപാട് നാളുകളായി ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ലാലേട്ടൻ ഇന്നത്തെ ഈ ഒരു ദിനത്തിൽ തന്നെ ചോദിച്ചത്. അതായത് ലാലേട്ടൻ ജാസ്മിനോട് ആദ്യം തന്നെ തുടങ്ങുന്നത് ഇപ്രകാരമായിരുന്നു. ജാസ്മിൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇമോഷണലി മെന്റലി വളരെയധികം ബ്രേക്ക് ഡൗൺ ആയല്ലോ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ നല്ലൊരു പ്ലെയർ ആയിട്ടും എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇമോഷണലി വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞത്, ലാലേട്ടെ, എന്നെ ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ ട്രിഗർ ചെയ്യാനായിട്ട്, എന്നെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലൊക്കെ വീണുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വീണിടത്തു നിന്നും ഉരുണ്ട് കളിക്കുകയാണ് ജാസ്മിൻ അവിടെ ചെയ്യുന്നത്. അപ്പൊ ലാലേട്ടൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ വീണ്ടും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി ലാലേട്ടൻ ആ ഒരു വീഡിയോ ക്ലിപ്സ് അധികം, അതായത് ഗബ്രി ജാസ്മിനോട് പറയുന്നത്, ഞാൻ നിന്റെ ഭർത്താവാണ്, സഹോദരനാണ്, അമ്മയാണ്, അച്ഛനാണ് തുടങ്ങിയ തരത്തിലുള്ള ഒരുപാട് പര്യായ പദങ്ങൾ, അത്തരത്തിലുള്ള വിശേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ക്ലിക്ക് ബൈറ്റ് സഹിതം മത്സരാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവർക്കും ബിഗ് ബോസ് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഇവർക്ക് ഒരിക്കലും വീണെടുത്ത് കിടന്ന് ഉരുളാനോ അല്ലെങ്കിൽ തങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ട് എന്നുള്ളതൊന്നും സമർത്ഥിക്കാനായി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതോടുകൂടി തന്നെ ജാസ്മിനും പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടമുണ്ട്, പക്ഷെ അത് പ്രണയത്തിലേക്ക് പോവാതെ ഞങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഗബ്രിയുടെ വശവും ബിഗ് ബോസ് കേട്ടിട്ടുണ്ട്. ലാലേട്ടൻ അത് ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം ഗബ്രി ക്വിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ജാസ്മിൻ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്ടമുണ്ട്, അതൊരിക്കലും പ്രണയത്തിലേക്ക് വീഴാതിരിക്കാനായി ഞങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ജാസ്മിനും ഗബ്രിയും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കാരണം പ്രേക്ഷകർ പല നാളുകൾക്ക് മുൻപ് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയതാണ്. ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരു പ്രണയം അവിടെ ഉടലെടുക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അത് ഇവർ രണ്ടുപേരും മാത്രം സമ്മതിക്കുന്നില്ല. മറ്റുള്ളവർ, പ്രേക്ഷകരായിക്കോട്ടെ, ബിഗ് ബോസ് വീടിനകത്തുള്ള ഹൗസ് മേറ്റ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഇവർ തമ്മിൽ പരസ്പരം പ്രണയത്തിലാണോ എന്നുള്ളത്. പക്ഷേ അവർ തമ്മിൽ പറയുന്നത്, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ്, ഒരിക്കലും പ്രണയത്തിലേക്കല്ല പോകുന്നത്, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, പ്രണയത്തിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് മലയാളിക്ക് തീർച്ചയായും മനസ്സിലാവും ജാസ്മിൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്നുള്ളത്. ഇതോടുകൂടി ജാസ്മിന് പല രീതിയിലുള്ള ഹിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ തന്നെ അവിടെ പറയുന്നുണ്ട്, ലാലേട്ടന്റെ ചില വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് തരുന്ന ചില ഹിന്റുകൾ, അല്ലെങ്കിൽ അവിടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന്റെ ക്ലാപ്പ്, ഇതൊക്കെ കൊണ്ട് തന്നെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നെഗറ്റീവ് ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ വൈൽഡ് കാർഡ് ഉൾപ്പെടെയുള്ളവർ വന്നപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എന്തുകൊണ്ട് ജാസ്മിൻ ആ ഒരു ഗബ്രി എന്നുള്ള ആ ഒരു ഘടകം മാറ്റി വെച്ചുകൊണ്ട് സ്വന്തമായി ഗെയിം അവിടെ കളിക്കാൻ ജാസ്മിൻ ശ്രമിച്ചില്ല? അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ജാസ്മിന് നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ മുഴുവനായും ആ ഒരു ഗെയിമിലോട്ട് ഇറങ്ങാൻ ഇപ്പോഴും ജാസ്മിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. എന്തായാലും ജാസ്മിൻ സമ്മതിക്കുന്നുണ്ട്, തങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, പക്ഷെ പ്രണയത്തിലേക്ക് പോവാതെ പിടിച്ചു നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കി എന്തൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, കാരണം പുറത്ത് പ്രേക്ഷകരായിക്കോട്ടെ, ബിഗ് ബോസ് വീടിനകത്തുള്ള മത്സരാർത്ഥികളായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ആര് തന്നെയായാലും ഈ ഒരു വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ നടന്നാൽ, അല്ലെങ്കിൽ പരസ്പരം ഇതിനെ ചൊല്ലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും അനുഭവിക്കേണ്ടി വരുന്നത് ജാസ്മിനും ഗബ്രിയും മാത്രമാണ്. കാരണം ഈ ഒരു ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഈ ഒരു ഷോ അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചിരിക്കുകയാണ്. തീർച്ചയായും പ്രേക്ഷകരുടെ മനസ്സ് എന്താണ്, അല്ലെങ്കിൽ പ്രേക്ഷകർ എന്താണ് ചോദിക്കാൻ ആഗ്രഹിച്ചത്, അത് ബിഗ് ബോസ് ചോദിച്ചിട്ടുണ്ട്.
ഇനി യാതൊരു കാരണവശാലും ജാസ്മിനെ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ജാസ്മിനെ ഫേവർ ചെയ്യുന്നു, ജാസ്മിനോട് എന്തുകൊണ്ട് ഈ ഒരു കാര്യം ചോദിക്കുന്നില്ല, ലാലേട്ടൻ ചോദിക്കുന്നില്ല എന്നുള്ളത് പ്രേക്ഷകരുടെ ഒരു മാന്യമായ പ്രേക്ഷകർ പ്രകടിപ്പിച്ച ആ ഒരു വിഷമമായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് ബിഗ് ബോസ് എന്നുള്ള ആ ഒരു ഷോയിലൂടെ അവരുടെ ആ ഒരു മാന്യത അല്ലെങ്കിൽ അവരുടെ നീതി എന്നുള്ളത് അവർ തന്നെ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കി എന്ത് തന്നെ ഭവിഷ്യത്തുകൾ വരികയാണെങ്കിൽ തീർച്ചയായും ജാസ്മിനും ഗബ്രിയും തന്നെ നേരിടേണ്ടി വരും. കാരണം ഈ ഒരു 100 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ഷോയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറം ലോകം എന്താണ്, അല്ലെങ്കിൽ പുറം ലോകത്ത് തങ്ങളെക്കുറിച്ച് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളതിന്റെ ആ ഒരു വീണ്ടും വിചാരം തീർച്ചയായും ജാസ്മിനും വരും, ഗബ്രിക്കും വരും. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഷോക്കകത്ത് കാട്ടിക്കൂട്ടിയ ഒരു കാര്യങ്ങളും ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പരിതപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇനിയിപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നും ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം ഇല്ല. ഇനിയിപ്പോൾ ഗെയിമിലോട്ട് രണ്ടുപേരും ഇറങ്ങി കളിക്കുകയാണെങ്കിൽ കളിക്കട്ടെ. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക.